നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ രുചികരവും വ്യത്യസ്തവുമായ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മുട്ട മസാലയുടെ റെസിപ്പിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതിനായി 4 മീഡിയം സൈസിലുള്ള സവാള, 5 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, ഒരല്ലി വെളുത്തുള്ളി, കറിവേപ്പില എന്നിവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നന്നായി അരിഞ്ഞതിന് ശേഷം അടികട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഇടുവാനായി ഗ്രാമ്പു, ഏലക്ക, ജാതിപത്രി, ബേ ലീഫ്, പട്ട, പെരിഞ്ചീരകം എന്നിവ ചൂടായി വന്ന വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് നന്നായി പൊട്ടിച്ചെടുക്കുക. ഇപ്പോൾ നന്നായി പൊട്ടി വന്നിരിക്കുകയാണ്. അതിനുശേഷം അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണമൊക്കെ മാറി നല്ല ഗോൾഡൻ കളർ പരുവമാകുമ്പോൾ അതിലേക്ക് സവാളയും ചേർത്ത് ഇളക്കുക. സവാള ചെറു കഷ്ണങ്ങളാക്കിയാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. പെട്ടെന്ന് വഴണ്ട് കിട്ടുവാൻ വേണ്ടിയാണ്. അതുകൂടാതെ അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. സവാളയെല്ലാം വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. വഴണ്ട് വന്നതിന് ശേഷം 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, മസാലകൾ ഇടുമ്പോൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം എപ്പോഴും കുറഞ്ഞു തന്നെ ഇരിക്കണം. മസാല നന്നായി മിക്സ് ആയതിനു ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മുളക് പൊടിയും നന്നായി ചേർത്ത് ഇളക്കുക. അതിനുശേഷം അതിലേക്ക് ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. മസാലകളെല്ലാം ചേർത്ത് യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന തക്കാളി ചെറു കഷ്ണങ്ങളാക്കിയാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. സവാളയുടെ കൂടെ തന്നെ നമുക്ക് വഴറ്റിയെടുക്കാം. എന്നാൽ ഞാനിവിടെ മസാലയ്ക്കൊപ്പമാണ് വഴറ്റിയെടുക്കുന്നത്. ഒരു പ്രത്യേക രുചി ഫീൽ ചെയ്യുന്നതിനാലാണ്. തക്കാളിയും ചേർത്ത് യോജിപ്പിച്ച ശേഷം അതിലേക്ക് കറിവേപ്പിലയും അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചമുളകും ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. പച്ചമുളകും ചേർത്ത് ഇളക്കിയ ശേഷം അതിലേക്ക് അല്പം ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഗ്രേവിക്ക് നല്ല തിക്ക് കിട്ടാൻ വേണ്ടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം ചേർത്ത് യോജിപ്പിച്ച ശേഷം അതിലേക്ക് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കുക. തിളപ്പിച്ച വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് എടുക്കുക. തിള വന്നതിന് ശേഷം അതിലേക്ക് മുട്ടകൾ ചേർത്ത് കൊടുക്കാം. മുട്ടകളെല്ലാം ഞാൻ കുറുകെ വരഞ്ഞാണ് ഇട്ടിരിക്കുന്നത്. വരഞ്ഞിടുമ്പോൾ മുട്ടകളിലേക്ക് മസാലകളെല്ലാം നന്നായി പിടിക്കുന്നതാണ്. മുട്ടകൾ ഇട്ട ശേഷം 5 മിനിറ്റ് അടച്ചു വെച്ച് തിളപ്പിക്കുക. നിങ്ങൾക്ക് ഗ്രേവി എത്രത്തോളം കുറുകി വരണമോ അത്രത്തോളം പറ്റിച്ചെടുക്കുക. അതിനുശേഷം അരിഞ്ഞു വച്ചിരിക്കുന്ന മല്ലിയില വിതറി കൊടുക്കുക. ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി എണ്ണ തെളിഞ്ഞു വന്നിരിക്കുന്ന പരുവമാകുമ്പോൾ നമുക്ക് സ്റ്റൗവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ മസാലകളെല്ലാം നന്നായി പിടിച്ച് കറി വറ്റി വന്നിരിക്കുകയാണ്. നന്നായി കുറുകി വറ്റി വന്നിരിക്കുകയാണ്. തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.